ഇപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് ലീഗിനകത്തുള്ള ഒരു ആശയക്കുഴപ്പമാണ്. ലീഗിൽ 5 മന്ത്രിമാർ വേണം എന്നുള്ള കാര്യത്തിൽ ലീഗിനകത്ത് തർക്കമൊന്നുമില്ല. അതിൽ ലീഗ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ മന്ത്രിമാരായി പരിഗണിക്കുന്നവരുടെ പേരുകളിൽ അവർ നേരത്തെ 5 പേരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു. അത് പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ അടക്കമുള്ള കെ എം ഷാജി അടക്കമുള്ള 5 നേതാക്കൾ, പ്രത്യേകിച്ച് അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിൽ നിന്ന് അബ്ദുൾ ഗഫൂർ അടക്കമുള്ളവരുടെ പട്ടികയാണ്. അതിൽ പി കെ ബഷീറും ഉണ്ടായിരുന്നു, കെ എം ഷാജിയുമുണ്ട്. അപ്പോൾ പി കെ ബഷീറിനെ മന്ത്രിസ്ഥാനം നൽകുന്നതിലാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ്. കെ എം ഷാജിക്കെതിരെയും ഒരു എതിർപ്പ് ഉണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഒരു പക്ഷേ ലീഗിന്റെ മന്ത്രി പട്ടികയിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ലീഗ് നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ 5 പേരുടെ നേരത്തെ തയ്യാറാക്കിയ പട്ടികയിൽ ഒരു പക്ഷേ ലീഗിന്റെ പട്ടികയിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 4 മന്ത്രിമാർ പ്ലസ് മറ്റൊരു പദവി എന്നുള്ള നിലയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം ഈ ലീഗിന്റെ മുന്നോട്ട് വെക്കുന്ന ഉപാധി. പക്ഷേ അത് ലീഗ് അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറല്ല. പക്ഷേ ലീഗിനകത്തും ഈ മന്ത്രിമാരുടെ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അനൂപ് ജേക്കബ് നേരത്തെ തന്നെ എത്തി. ഒരു പക്ഷേ ഉഭയകക്ഷി ചർച്ച തുടങ്ങുമ്പോൾ അനൂപ് ജേക്കബുമായിട്ടായിരിക്കും ആദ്യം തുടങ്ങാനുള്ള സാധ്യത. അവർക്ക് ടേം വ്യവസ്ഥ, അനൂപ് ജേക്കബിനെ സംബന്ധിച്ച് ടേം വ്യവസ്ഥ നേരത്തെ അവർ 5 വർഷം മന്ത്രിസ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാണ് അനൂപ് ജേക്കബ്. അപ്പോൾ ടേം വ്യവസ്ഥ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് അനൂപ് ജേക്കബ് അംഗീകരിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അനൂപ് ജേക്കബുമായി ബന്ധമുള്ള ചർച്ചകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വി ഡി സതീശൻ ഇവിടെ വന്ന സമയത്ത് കാറിൽ ഒരു പ്രധാനപ്പെട്ട ഫോൺ കോളിലായിരുന്നു. അദ്ദേഹം ആ ഫോൺ കോൾ പൂർത്തിയാക്കിയ ശേഷമാണ് കാത്തിൽ നിന്ന പ്രവർത്തകർക്കും ഇടയിലേക്ക് ഇറങ്ങി വന്നത്. ഒരു 5 മിനിറ്റോളം അദ്ദേഹം വാഹനത്തിലിരുന്ന് ആ ഫോൺ കോൾ, അതൊരു പക്ഷേ പ്രധാനപ്പെട്ട ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൾ തന്നെയാകും. അതുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് പോകുന്നതിന് മുൻപ് കാറിലിരുന്നുകൊണ്ട് തന്നെ ആ ഫോൺ കോളിൽ സംസാരിച്ചത്. ഏതായാലും ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് തുടരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും തികഞ്ഞ കോൺഫിഡൻസിലാണ്. ഇന്ന് രാത്രിയോടെ തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള സൂചനകളാണ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ന് രാത്രിയോടെ എല്ലാ വകുപ്പുകളും അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വിവരം ഇത് പി കെ ബഷീറിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ലീഗിൽ എതിർപ്പ് എന്നുള്ളതാണ്. 11-ലും 16-ലും 21-ലും ഇപ്പോൾ 26-ലും ഏറനാട് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. അപ്പോൾ അർഹതയുണ്ട് എന്നാണ് അവകാശവാദം പി കെ ബഷീറുമായി ബന്ധപ്പെട്ടവർ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ കേട്ടതാണ് പേര്, പക്ഷേ ഇപ്പോൾ ഒരു എതിർപ്പ് വരുന്നു എന്നുള്ളതാണ്.